വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും നമുക്ക് ചെറിയ കാര്യങ്ങളോടെ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും. ഒന്നും കഴിക്കാതെ വിശന്നെല്ലാവരും കിടക്കുന്നവനെ പറഞ്ഞു കിടക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും അവൻ്റെ ജീവൻ രക്ഷിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നവന് ഒരു നല്ല വാക്കായിരിക്കും അവന് ജീവിക്കാൻ പ്രേരണ കൊടുക്കുന്നത്. അതുപോലെ അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമ്മൾ നീങ്ങണമെന്ന് പറയുന്നത്. ഒരാൾ ബോധം കെട്ട് വീണ് എല്ലാവരും പല പല ശുശ്രൂഷ ചെയ്യുകയാണ്. ഷുഗറുള്ളതിനെ പറ്റി ആർക്കും അറിയില്ല. പക്ഷെ ഇതിനെപ്പറ്റി ജ്ഞാനമുള്ള ആൾ ഇതുകൂടി ഒന്ന് പരീക്ഷിക്കാം. കുറച്ച് പഞ്ചസാര എടുത്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു പറഞ്ഞു. അതൊന്നും വെച്ചാൽ ഒന്നും ചെയ്യാനില്ലെങ്കിലും എന്തെങ്കിലും ചെയ്യാന്നൊരു എക്സാമ്പിളാണ്. ചെറിയ കാര്യങ്ങളോടെ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും. ഒരു തുള്ളി തേൻ കൊണ്ട് എത്ര ഈച്ചകളെ ആകർഷിക്കാം, എന്നാൽ ഒരു തുള്ളി വിഷം കൊണ്ട് എത്ര ചെറിയ ജീവികളെ കൊല്ലാം. അതുപോലെ ഒരു നല്ല വാക്ക് മറ്റുള്ള ഹൃദയത്തിൽ കുളിർന്നു കൊടുക്കും. ഒരു ചീത്ത വാക്കഞ്ഞോണ അവരെ അബദ്ധത്തിൽ കൊണ്ടെത്തിയും തെറ്റിയാൻ പ്രേരിപ്പിക്കും. വാക്ക് ശക്തിയാണ്. ഒരു വാക്കുകൊണ്ട് ശത്രുവിനെ മിത്രമാക്കാം, മിത്രത്തെ ശത്രുവാക്കാം. ഒരാളെ കൊല്ലാൻ വരെ പ്രേരിപ്പിക്കുക. രണ്ടും വാക്കുകളാണ്, പക്ഷെ രണ്ടിനും വ്യത്യസ്തമായ ഫലങ്ങളാണ്. അതുകൊണ്ട് ഓരോ വാക്ക് പ്രവൃത്തിയിൽ നമ്മൾ ബോധം കൊണ്ടുവരാൻ ശ്രമിക്കണം. വാക്കിൽ വളരെ അർത്ഥമുണ്ടല്ല. ഒരു ചീത്ത വാക്കുകൊണ്ട് വേദനിപ്പിക്കുക. ചില മക്കൾ വന്ന് എൻ്റെ അടുത്ത് അറിയാം, ഞാൻ എല്ലാം ശരിയായിട്ട് ചെയ്തിട്ടും എൻ്റെ മേലുദ്യോഗസ്ഥൻ നീ ചെയ്തൊക്കെ തെറ്റാണ്. നമ്മളെപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ഉറക്കം കിട്ടുന്നില്ല. എനിക്ക് തെണ്ടിയാലോ അമ്മ ഈ ജോലി ചെയ്യാൻ വയ്യ, ഉറക്കം കിട്ടുന്നില്ല, അദ്ദേഹത്തിനൊരു ശാന്തി കൊടുക്കണേന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ചിലർ മതിയെന്ന് പറഞ്ഞ ജോലി രാജിവെച്ച് പോകുന്നവരുണ്ട്. ചിലർ അദ്ദേഹം മേലുദ്യോഗത്തിന് വേണ്ടി പൂജ ചെയ്യുന്നവരുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പെണ്ണുമ്പിള്ളേരുടെ വഴക്കിട്ടായിരിക്കും ഇത് എല്ലാത്തിനും തെറ്റ് പറയുന്നത് പറയും. ചില അഹങ്കാരം കൊണ്ട് താഴത്ത് ഉദ്യോഗസ്ഥരെ പിടിപ്പിക്കും തൻ്റെ ആ സ്ഥാനം വെച്ച്. കല്യാണം കഴിച്ചൊരു പെണ്ണാണ്. ആ പെണ്ണോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ഭർത്താവിനോട് പറഞ്ഞോളൂ, ഈ പെണ്ണ് ചീത്തയാണ്, ആ പെണ്ണ് ഇന്ന രീതിയിലാണ്. ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ചു നമുക്ക് പഠിത്തവും ഇല്ല. ഈ കൊച്ചുങ്ങളുമായിട്ട് ചെണ്ടാണ് പൊട്ടി കരയാണ്. ഒരു തെറ്റ് ഞാൻ നൊന്ത് കരഞ്ഞാൽ ഇത് ശോകതരംഗമാവും. ഓരോ സ്ത്രീകളും അങ്ങനെ ഒഴിഞ്ഞവരുണ്ട്. ഭർത്താക്കന്മാരും വന്ന് കരയാറുണ്ട്, അമ്മ ഞാൻ നിരപരാധിയാണ്, ആരോ പറഞ്ഞു കൊടുത്തുള്ള സംശയം വന്ന് എന്നെ ഉപേക്ഷിച്ചു, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല. സ്ത്രീകളും അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം ഇവർ നൊന്ത് കരയുമ്പോൾ അതൊരു ശോകതരംഗമായി വന്ന് നമ്മുടെ ഓറ ഇരുട്ടാകുന്നു. കണ്ണാടിയിൽ പുക പിടിച്ചാൽ പുറത്തെ പ്രകാശം അകത്തും കിട്ടത്തില്ല, അകത്തെ പ്രകാശം പുറത്തും കിട്ടത്തില്ല. അകത്ത് ദീപം ഇരിപ്പുണ്ട്, പക്ഷേ ആ പ്രകാശം കിട്ടുന്നില്ല. ഇപ്പം ബൾബ് നിറച്ച് കറുത്ത കരി പിടിച്ച് വെച്ചാൽ, കറുത്ത പെയിൻറ്റ് ബൾബിലിട്ടിട്ട് അത് ബൾബ് ഓൺ ചെയ്താൽ അതിന് പ്രകാശം കിട്ടാൻ പോകുന്നില്ല. നമുക്ക് കൃപ കിട്ടുന്നില്ല, പ്രതിദിന കൃപ കിട്ടുന്നില്ല. കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അഹങ്കാരമാണ് ഈ ഓറ ഇരുട്ടാവുന്ന. അപ്പോൾ അങ്ങനെ ആയാൽ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചീത്തപ്പേര്, ചെയ്യാത്ത തെറ്റിന് ജയിൽവാസം, ഒരാളുടെ പേഴ്സ് തറയിൽ വീണ് എടുത്തു കൊടുക്കാൻ പോയാൽ നീ മുട്ടിച്ചെന്ന് പറയും. അപ്പോൾ അമ്മ പറയുന്ന അവരുടെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ് ഇങ്ങനെ വന്നതായിട്ടാണ് അമ്മയുടെ അനുഭവം കൊണ്ട് കോടിക്കണക്കിന് ഞങ്ങളുടെ ജീവിതം പഠിച്ചാൽ അമ്മയ്ക്ക് തോന്നിയിട്ടുള്ള. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, പൈസ ഇട്ടവർ വന്നവരുണ്ട്, ലോൺ എടുത്തു വന്നവരുണ്ട്. പൈസ ഇട്ട് വന്നവർക്ക് പലിശ കൊണ്ടോ അതിലുകൊണ്ട് ജീവിക്കാം. ലോൺ എടുത്തൊരു കർണടച്ചിലെ വീട് ജപ്തി തന്നെ വരാം. നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് കഷ്ടങ്ങൾ വരുന്നത്. പൂർവജന്മ കർമ്മമായിട്ടാണ് നമ്മൾ വരുന്നത്. നല്ല കർമ്മം ചെയ്തവർക്ക് ഉയർച്ചയുണ്ടാകാം, പക്ഷെ വീണ്ടും ചീത്തകർമ്മം ചെയ്യരുത്. ചീത്തകർമ്മം ചെയ്തവർക്ക് കഷ്ടങ്ങളുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നല്ല കർമ്മം നമ്മൾ ചെയ്യാൻ നോക്കണം. ഏതൊരു ദുഃഖം വരുമ്പോഴേ തിരിഞ്ഞു നോക്കും, തന്നിലേക്ക് നോക്കും. എന്താണ് വല്ല തെറ്റേതോ ഈശ്വര എന്നൊക്കെ തിരിഞ്ഞ് വിളിക്കാൻ വേണം. അല്ല ധർമ്മബോധവും ഇല്ല, കാരുണ്യവും ഇല്ല. താൻ കുടിച്ചും കഞ്ചാവ് വലിച്ചും അങ്ങനെയൊക്കെ പോകും. ഒരു വിഷമം വരെ മാത്രമാണ് തിരിഞ്ഞു നോക്കുക. വിധിയെ പഴിക്കുന്നത് എന്തിനാണ്, ഈ വിധമായത് എന്നോട് കർമ്മമാകാം. നലമുറ്റ ജന്മം ലഭിക്കണമേ, ഫലമറ്റതായി ഭവിച്ചുപോയി. ഞാൻ രാജകുടുംബത്തിൽ ജനിച്ചതാണ്, എന്നിട്ടും ഞാനിങ്ങനെ എല്ലാവരും എന്നെ തള്ളപ്പെട്ടു എന്നും പണ്ട് ദേവീഭാവത്തിലൊക്കെ ഒരു പറയുന്ന സത്യവ്രതൻ്റെ കഥയൊക്കെ അതാണ്. രാജകുടുംബത്തിൽ ഒരു അഹങ്കാരിയായിട്ട് പിടിച്ചും പറിച്ച് അടിയും ബഹളവും ഉണ്ടാക്കി. ഇപ്പം പ്രധാനമന്ത്രിയുടെ മോനാണെങ്കിലും കർമ്മം ചെയ്താൽ ചീത്തയായിട്ടല്ലേ പറയുള്ളൂ.
ഇപ്പോൾ രാജാവിൻ്റെ മോനാണെങ്കിലും ഒരു പെണ്ണ് പോയി ബലാത്സംഗം ചെയ്താലോ അല്ല കൊച്ചു പിള്ളേരെ ബലാത്സംഗം ചെയ്താലോ അത് തെറ്റ് തന്നെയാണ്. രാജകുടുംബന് ശിക്ഷയില്ലവരെ പോലെയല്ലേ. രാജാവിൻ്റെ മോനാണെങ്കിലും പ്രധാനമന്ത്രിയുടെ മോനാണെങ്കിലും അങ്ങനെ തെറ്റുപോയതിന് ശിക്ഷ അനുഭവിക്കണം വരും. അപ്പോൾ അത് ഈ പയ്യൻ രാജകുടുംബത്തിൽ ജനിച്ചെങ്കിൽ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് വീട്ടിൽ നിന്നും വെറുക്കപ്പെട്ട് പോകുമ്പോഴാണ് സ്വയം പറയുകയാണ്, സ്വയം ചിന്തിക്കുകയാണ് ഈ രാജപുത്രൻ, വിധിയെ പഴിക്കുന്നത് എന്തിനാണ്, വിധമായത് എന്നോട് കർമ്മമാകാം, നലമുറ്റ ജന്മം ലഭിക്കലുമേ ഫലമറ്റതായ ഭവിച്ചുപോയി. ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഇനിയെങ്കിലും ഞാൻ സത്യം പറഞ്ഞും സത്യത്തിൽ ജീവിക്കണം. ഒരു നിശ്ചയമായിട്ടെടുത്ത് പോവുകയും അതനുസരിച്ച് ജീവിക്കുകയും പിന്നെ ഉയർന്ന് തിരിച്ച് എല്ലാവരും ചെന്ന് സ്വീകരിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ്. അപ്പം നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പുവെള്ളത്തിൻ്റെ നല്ലോണം ഒഴിച്ച് പിന്നെ കാഠിന്യം കുറയ്ക്കുന്നത് പോലെ. ഇപ്പം നല്ല വെയിലുണ്ടെങ്കിലും കാറ്റുണ്ടെങ്കിൽ ആ വെയിലിൻ്റെ ചൂട് അത്ര അറിയില്ല നമുക്ക്, അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. കുറച്ചെന്തും നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ വീണ്ടും പഴിക്കാതെ ഈ നിമിഷത്തിൽ നല്ല കർമ്മം ചെയ്യാൻ നോക്കണം. ചെയ്താൽ കുറച്ചെങ്കിലും വ്യത്യാസം ഉണ്ടാകാൻ സാധിക്കും.